ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു ബാലൻസ് ഷീറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൽ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യത്തെ ഇക്വിറ്റി ക്യാപിറ്റലാണ്. അതായത് എത്രാമത്തെ സ്റ്റെപ്പിലാണ്? 3ാമത്തെ സ്റ്റെപ്പിലാണ് വേണ്ടത്. അപ്പോൾ 3 എന്ന് എഴുതാം. പ്രിഫറൻസ് ക്യാപിറ്റൽ 3ാമത്തെ സ്റ്റെപ്പിലാണ്, 3 എന്ന് എഴുതാം. ജനറൽ റിസർവ് കാണുമ്പോൾ നമ്മൾ നോക്കണം 1ാമത്തെ മെത്തേഡിൽ ഏത് മെത്തേഡാണ് ഡയറക്റ്റ്, 1ാമത്തെ സ്റ്റെപ്പിൽ ഡയറക്റ്റ് മെത്തേഡാണ് ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത്രയ്ക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷനിലെ ഡിപ്രീസിയേഷനും അതുപോലെ ഇൻകം ഡിവിഡൻഡ് പെയ്ഡും ഇൻകം ടാക്സ് പെയ്ഡ് ആ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്നത്. വേറെ സെയിൽസിനെ കുറിച്ചോ പർച്ചേസിനെ കുറിച്ചിട്ടോ വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്? ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം സെയിൽസിനും പർച്ചേസിനും കുറിച്ച് ഡീറ്റെയിൽസ് തന്നാൽ മാത്രം ഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ തരാത്തത് കൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജനറൽ റിസർവ് ആവശ്യം വരും 1ാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ 1 എഴുതി. ദെൻ P&L അക്കൗണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഫോർ ഇയർ കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുണ്ട്. 1 എഴുതി. അടുത്തത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. അതിൽ ഈ വർഷത്തെ കറണ്ട് ഇയറിലത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് തന്നെ എടുത്തിട്ട് 1ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിവിഡൻഡ് എഴുതാറില്ലേ? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തരുമ്പോൾ നമ്മൾ എഴുതാറുണ്ട്. അത് കറണ്ട് ഇയറിലത്തെയാണ് എടുക്കേണ്ടത്. ദെൻ പ്രീവിയസ് ഇയറിലത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പഠിച്ചിരിക്കുന്നത്? പ്രീവിയസ് ഇയറിലത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡാണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിൽ ടാക്സ് പെയ്ഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് ഡിവിഡൻഡ് പെയ്ഡ് ആണ് നമുക്ക് വന്നത്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡാണ് വന്നിരിക്കുന്നത്. അവിടെ എന്താണ് നമ്മൾ ചെയ്തത്? കറണ്ട് ഇയറിലത്തെ ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡാണ് അടുത്ത വർഷത്തെ എന്തായിട്ട് എടുക്കുക? ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ കഴിഞ്ഞ വർഷത്തെ എമൗണ്ടായ 42,000 ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് വരിക. ഡിവിഡൻഡ് പെയ്ഡ് ഏത് സ്റ്റെപ്പിലാണ് വരിക? 3ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ടെങ്കിൽ കൊടുക്കാറ്. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് പെയ്ഡ് കൊടുക്കുക 3ാമത്തെ സ്റ്റെപ്പിലാണ്. അപ്പോൾ 42,000 കാണിക്കേണ്ടത് 3ാമത്തെ സ്റ്റെപ്പിലും. ദെൻ ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയ 50,000 കാണിക്കേണ്ടത് 1ാമത്തെ സ്റ്റെപ്പിലും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ 1ാമത്തെ സ്റ്റെപ്പിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ കാണിക്കാറുണ്ട്. അത് ആസ് യൂഷ്വൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലത്തെ ഒരു സെപ്പറേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡാണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് എടുക്കേണ്ടത്. അത് എന്നിട്ട് നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിൽ കൺസിഡർ ചെയ്യണം. ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നെ 1ാമത്തെ സ്റ്റെപ്പിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് അത് 1ാമത്തെ സ്റ്റെപ്പിൽ വേണം. അതെന്താ ഉണ്ടായേക്കുന്നത്? കൂടിയേക്കാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. ബിൽസ് പേയബിൾ 1ാമത്തെ സ്റ്റെപ്പിൽ അത് കുറഞ്ഞേക്കാണ്. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ലെസ് ചെയ്യണം. അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ഈ വർഷത്തെ പ്രൊവിഷനായിട്ടും കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അടുത്ത സ്ലൈഡിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ടാക്സ് പെയ്ഡ് എന്ന് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എമൗണ്ടായ 40,000 അല്ല ടാക്സ് പെയ്ഡ് ആയിട്ട് തന്നിരിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷനിൽ ടാക്സ് പെയ്ഡ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞതിന് സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യണം. അത് ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് വേറെ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ടാക്സ് പെയ്ഡ് ഒന്നും തരാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്തത്? ഈ വർഷത്തെ പ്രൊവിഷനായിട്ടും കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് എടുത്തത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ടാക്സിന് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ എമൗണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതവിടെ എടുക്കട്ടെ. ദെൻ അസറ്റ് സൈഡ് നോക്കുക. ഗുഡ്വിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? കുറഞ്ഞേക്കാണ്. അപ്പോൾ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആണ്. ഗുഡ്വിൽ റിട്ടേൺ ഓഫ് 1ാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ 1 എഴുതി. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിങ് നമ്മൾ ഏത് സ്റ്റെപ്പിലാണ്? 2ാമത്തെ സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. അപ്പോൾ 2 എന്ന് എഴുതുക. പ്ലാന്റ് 2 എന്ന് എഴുതുക. 2ാമത്തെ സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. ഡെപ്റ്റേഴ്സ് 1ാമത്തെ സ്റ്റെപ്പിലാണ്, അത് കൂടിയേക്കാണ്. അപ്പോൾ ലെസ് ചെയ്യണം. സ്റ്റോക്ക് 1ാമത്തെ സ്റ്റെപ്പിൽ കൂടിയേക്കുന്നു, ലെസ് ചെയ്യണം. ബിൽസ് റിസീവബിൾ 1ാമത്തെ സ്റ്റെപ്പിൽ കൂടിയേക്കുന്നു, ലെസ് ചെയ്യണം. ദെൻ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നമുക്ക് അവസാനമാണ് ആവശ്യം വരിക.
അപ്പോൾ ഇത്രയ്ക്കാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പുതുതായിട്ട് വന്നിട്ടില്ല. ലയബിലിറ്റി സൈഡിൽ ഇത് 2 അഡ്ജസ്റ്റ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും ഒന്ന് പ്രൊവിഷൻ ഫോർ ടാക്സും. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഈ വർഷത്തെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഈ വർഷത്തെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് പോലെ ട്രീറ്റ് ചെയ്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആഡ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ് ഈ വർഷത്തെ ഡിവിഡൻറ്റ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാണിക്കണം. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നതുകൊണ്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഈ വർഷത്തെ പ്രൊവിഷനായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാണിക്കുക. കഴിഞ്ഞ വർഷത്തെ ടാക്സ് നമ്മൾ ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വന്നേനെ. അപ്പോൾ അത് പക്ഷേ സെപ്പറേറ്റ് അഡീഷണൽ ഇൻഫർമേഷനിൽ ടാക്സ് പെയ്ഡ് തന്നതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്, എമൗണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാൻ 10,000 തന്നിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000 തന്നിട്ടുണ്ട്. നമുക്ക് ഡിപ്രീസിയേഷൻ അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാന്റും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഡിപ്രീസിയേഷൻ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. ദെൻ ഇൻറ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് വന്നിട്ടുണ്ട്. ഇൻറ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് എന്താണ്? നമ്മൾ ലാസ്റ്റ് ഇയർ ആവുന്നേക്കാളും മുമ്പ് കൊടുത്ത ഡിവിഡൻറ്റ് അത് നമുക്ക് 2 സ്ഥലത്താണ് കാണിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡിവിഡൻറ്റ് പെയ്ഡ് കാണിക്കുന്ന പോലെ നമ്മുടെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് കാണിക്കുന്ന പോലെ തന്നെ ഇൻറ്ററിം ഡിവിഡൻറ്റും കാണിക്കണം. നമ്മളത് ആ പ്രൊഫോമയിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രൊഫോമ എഴുതിയപ്പോൾ ഒന്ന് പഠിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് ഇൻറ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഡിവിഡൻറ്റ് പെയ്ഡ് എഴുതുന്ന പോലെ മൂന്നാമത്തെ സ്റ്റെപ്പിലും ആവശ്യമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അഡീഷണൽ ഇൻഫർമേഷൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥലത്ത് കാണിക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണിക്കുന്ന 2 സ്ഥലം എന്ന് പറയുന്ന ഒന്ന് അക്കൗണ്ട് വരയ്ക്കുമ്പോഴും രണ്ടാമത്തത് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇൻറ്ററിം ഡിവിഡൻറ്റ് ഒന്നാമത്തെ സ്റ്റെപ്പിലും മൂന്നാമത്തെ സ്റ്റെപ്പിലുമാണ് കാണിക്കേണ്ടത്. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് ഒന്ന് പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കണം. അതുപോലെ ഇൻകം ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ആയാലും നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, അത് ഒരു പുതിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇൻകം ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാക്സ് നമ്മൾ ലെസ് ചെയ്യണം. ഇന്നലെ എന്തുകൊണ്ട് ലെസ് ചെയ്യാതിരുന്നത്? നമ്മൾ ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ലെസ് ചെയ്ത് അതൊരു സ്ഥലത്ത് മാത്രം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അഡീഷണൽ ഇൻഫർമേഷനായിട്ടല്ല തന്നിരിക്കുന്നത്. ഇവിടെ ഇൻകം ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് മെത്തേഡ് ആയെങ്കിലും നമ്മൾ ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യണം. അത് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇഫ് ഇൻകം ടാക്സ് പെയ്ഡ് ഈസ് ഗിവൺ ആസ് അഡീഷണൽ ഇൻഫർമേഷൻ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ഇറ്റ് ഷുഡ് ഷോൺ ഓൺ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ ഡിഡക്റ്റിംഗ് ദി എമൗണ്ട്. ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളത് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതും ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം ഇപ്പോൾ ഇന്നലെ ചെയ്തോണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള അഡീഷണൽ അക്കൗണ്ട്സുകൾ വരയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞോണം ഡിപ്രീസിയേഷൻ അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നതുകൊണ്ട് നമ്മൾ ആ അസറ്റുകളുടെയൊക്കെ അക്കൗണ്ടുകൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കാം. പ്ലാന്റ് അക്കൗണ്ട് അസറ്റാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡെബിറ്റ് ചെയ്യണം, ക്ലോസിംഗ് ക്രെഡിറ്റ് ചെയ്യണം. സോ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 80,000 എഴുതി, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ 2 lakhs എഴുതി. പിന്നെ ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. കാരണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് എമൗണ്ട് കുറയ്ക്കണം. എല്ലാ അസറ്റുകൾക്കും ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എത്രയാണ്? 10,000 ആണ്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 10,000 എന്ന് എഴുതി. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഡെബിറ്റ് സൈഡിൽ അസറ്റുകൾക്ക് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടി. അസറ്റ് എങ്ങനെയാണ് കൂടുക? പുതുതായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ. സോ ബാലൻസിങ് ഫിഗറിന് നേരെ തന്നെ എഴുതാം, പർച്ചേസ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതാം. എമൗണ്ട് നമുക്ക് 1,30,000 കിട്ടും. അപ്പോൾ ഈ എമൗണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതേണ്ടത്. നമ്മൾ സാധാരണ ഡിഫറൻസ് എമൗണ്ട് നോക്കിയിട്ടാണ് എഴുതാറ്. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ അഡീഷണൽ ഇൻഫർമേഷനിൽ വന്നതുകൊണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചിട്ട് വേണം നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പർച്ചേസ് ഓഫ് പ്ലാന്റ് 1,30,000 കണ്ടുപിടിച്ചു.
അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ തന്നെ അസറ്റാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡെബിറ്റ് ചെയ്യുക. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2 lakhs എഴുതി. ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 1,70,000 എന്ന് എഴുതി. പിന്നെ അടുത്തത് എഴുതുന്ന ഡിപ്രീസിയേഷൻ ആണ് 20,000 ആണ്. നേരത്തെ പോലെ തന്നെ ഡിപ്രീസിയേഷൻ ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം 20,000 എന്ന് എഴുതി. ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരില്ല. അപ്പോൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതായത് ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് അത്രയ്ക്ക് കുറഞ്ഞു. എങ്ങനെയാണ് അസറ്റ് കുറയുക? സെയിൽ ചെയ്യുമ്പോൾ. സോ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതുക. ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതുക. എമൗണ്ട് 10,000 ആണ് കിട്ടുക. അപ്പോൾ ഈ 10,000 ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം അസറ്റ് ആയതുകൊണ്ട് അത്രയ്ക്ക് എമൗണ്ട് കുറഞ്ഞു. ഒരു അസറ്റ് കുറയണത് സെയിൽ നടത്തുമ്പോഴാണ്. അപ്പോൾ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് കിട്ടുന്നത് 10,000 rupees. അടുത്തത് വരയ്ക്കാനുള്ളത് പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് ആണ്. കാരണം ഇൻകം ടാക്സ് പേര് അഡീഷണൽ ഇൻഫർമേഷൻ തന്നതുകൊണ്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരയ്ക്കണം. അത് ലയബിലിറ്റി ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയ 40,000 എന്ന് എഴുതി. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 50,000 എന്ന് എഴുതി. പിന്നെ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ടാക്സ് പെയ്ഡ് തന്നിട്ടുണ്ട്. ടാക്സ് പേ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊവിഷൻ കുറയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷനിൽ നിന്നാണ് നമ്മൾ ടാക്സ് എടുത്ത് കൊടുക്കുക. സോ ടാക്സ് പെയ്ഡ് ഏത് സൈഡിൽ വരണം? ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. അതിനപ്പോൾ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതാം 35,000 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി. പിന്നെ പോസ്റ്റ് ചെയ്യുന്നത് ടാക്സ് പെയ്ഡ് ആണ്. ടാക്സ് പേ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊവിഷൻ കുറയും. പ്രൊവിഷൻ കുറയണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 35,000 എന്ന് എഴുതി. ഇനി ബാലൻസ് ഫിഗർ കണ്ടുപിടിക്കുക. ബാലൻസ് ഫിഗർ വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അതിൻ്റെ അർത്ഥം ആ എമൗണ്ട് അത്രയ്ക്ക് കൂടി. അതായത് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലെ എമൗണ്ട് കൂടി. അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് എമൗണ്ട് നമ്മൾ ഈ വർഷത്തെ പുതിയ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്തു. സോ ബാലൻസ് ഫിഗറിന് നേരെ എന്തെന്ന് എഴുതാം? കറണ്ട് ഇയർ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് 45,000 എന്ന് എഴുതി. ഈ കറണ്ട് ഇയർ പ്രൊവിഷനാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ചെയ്യാറില്ലേ? അത് എത്ര എമൗണ്ട് ആണ്? 45,000 ആഡ് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞോണം ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസുകൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ലെസ് ചെയ്യുന്ന പോലെ തന്നെ അത് ലെസ് ചെയ്യും വേണം. അത് എത്ര എമൗണ്ട് ആണ്? 35,000 ആണ്. അപ്പോൾ 45,000 ആഡ് ചെയ്യും ചെയ്യുക. 35,000 ലെസ് ചെയ്യും ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് സെപ്പറേറ്റ് വരച്ചതിൻ്റെ കാരണം ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷനിൽ വന്നതുകൊണ്ട്. ദെൻ ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷനിൽ വന്നാൽ ഡയറക്റ്റ് മെത്തേഡ് ആയാലും ശരി ഇൻഡയറക്റ്റ് മെത്തേഡ് ആയാലും ശരി നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പെയ്ഡ് എല്ലാതും കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ ലെസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിലത്തെ ഈ ടാക്സ് പെയ്ഡ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ലെസ് ചെയ്യുക. കറണ്ട് ഇയർ പ്രൊവിഷൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയ്ക്ക് 3 അഡീഷണൽ അക്കൗണ്ട്സ് ആണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. പ്രൊഫോമ വരയ്ക്കുക. 1 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതുക. അതിൽ ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളുടെ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആ P&L അക്കൗണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുക. എത്രയാണ്? 18,000 ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. സോ 18,000 എന്ന് എഴുതി. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് വന്നിട്ടേക്കുന്നത്? ജനറൽ റിസർവ് ഉണ്ട്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എത്രയാണ്? 30,000 വരും. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവിടെ ഇല്ല. പിന്നെ വന്നിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിലെ കറണ്ട് ഇയറിലത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ് എടുക്കേണ്ടതുള്ളൂ. പ്രീവിയസ് ഇയറിലത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ടാണ് എടുക്കേണ്ടത്. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് എഴുതേണ്ടത്? കറണ്ട് ഇയറിലത്തെ എമൗണ്ട് ആയ 50,000 എന്ന് എഴുതി. അപ്പോൾ അതാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 50,000. പിന്നെ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് വന്നിട്ടുണ്ട്. എത്ര എമൗണ്ട് തന്നിരിക്കുന്നത്? ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എമൗണ്ട് വന്നിരിക്കുന്നത് 25,000 ആണ്. അപ്പോൾ അത് എഴുതി. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 25,000 എന്ന് എഴുതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ 2 ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. അത് 2 എഴുതാം. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 10,000 ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000.
പിന്നെ ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് 20,000 എഴുതണം. പിന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച പ്രൊവിഷൻ ഫോർ ടാക്സ്, ടാക്സ് പെയ്ഡ് ഇപ്പോഴല്ല എഴുതേണ്ടത്, ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചില്ലേ 45,000, അതും എഴുതണം. അപ്പോൾ അത്രയ്ക്കാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നും കൂടി പറഞ്ഞു തരാം. ലയബിലിറ്റി സൈഡിലത്തെ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് വരും, അതുപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് വരും. അത് രണ്ടാണ് ലയബിലിറ്റി സൈഡിൽ വരിക. പ്രപ്പോസ്ഡ് ഡിവിഡൻഡിലെ കറണ്ട് ഇയർ മാത്രം എടുത്താൽ മതി, പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ടാണ് എടുക്കണം. അല്ലാണ്ട് ആ ഡിഫറൻസ് എമൗണ്ട് അല്ലാണ്ട് കണ്ടുപിടിക്കുന്നത് തെറ്റിക്കരുത്. പിന്നെ അസറ്റ് സൈഡിലത്തെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷനിലത്തെ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ എഴുതുക. ദെൻ ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡും എഴുതുക. പിന്നെ നോക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ കണ്ടുപിടിച്ചത്, അത്രയ്ക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വന്നു. പിന്നെ നമുക്ക് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ഏതെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നോക്കുക. ആകെ ഒരു ഐറ്റമാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ അതും എഴുതാം. ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്, 28,000 ആണ്. അതും എഴുതി. ഇനിയൊക്കെ ലെസ് ചെയ്യാനുള്ളതാണ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നുമില്ല, കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് ഉണ്ട് 40,000, പിന്നെ ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് ഉണ്ട് 32,000, ഇൻക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ ഉണ്ട് 10,000, ദെൻ ഡിക്രീസ് ഇൻ ബിൽസ് പേയബിൾ ഉണ്ട് 4,000. അത്രയ്ക്കാണ് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റികൾ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോണം, ഇൻകം ടാക്സ് പെയ്ഡ് അഡീഷണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഇത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ സാധാരണ ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യാറില്ല. പക്ഷേ അത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് തന്നാൽ നമ്മളത് ലെസ് ചെയ്യണം. സോ ലെസ് ഇൻകം ടാക്സ് പെയ്ഡ് എത്രയാണ്, 35,000 കൂടി നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,25,000 ആണ്. ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്ത് അതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,25,000 കിട്ടും. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇത് മാത്രം ഒരു ബുദ്ധിമുട്ടുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ടോട്ടലായിട്ട് 1,25,000 കിട്ടി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എഴുതാം. 2 എന്ന് പറഞ്ഞിട്ട് ആകെ നമ്മൾ 2 എഴുതിയിട്ടുള്ളൂ, ലാൻഡും പ്ലാന്റും. ആ ബാലൻസ് ഷീറ്റിലത്തെ എമൗണ്ട് എല്ലാം നോക്കണം. നമ്മൾ ഡിപ്രീസിയേഷൻ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ അക്കൗണ്ടുകൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഫിഗറുകൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം എഴുതാം. സെയിൽ ഓഫ് ലാൻഡ് എത്രയാണ്, 10,000 കിട്ടി. പിന്നെ പ്ലാന്റിൽ പെർച്ചേസ് ഓഫ് പ്ലാന്റ് ആണ് 1,30,000 ആണ്. പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ബ്രാക്കറ്റിലിട്ടു 1,30,000. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് നമുക്ക് 1,30,000 മൈനസ് ഫിഗറാണ്, അതിൽ നിന്ന് 10,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 1,20,000 നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക. അപ്പോൾ അത് ബ്രാക്കറ്റിലിടുക. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് എത്ര കിട്ടി, 1,20,000 കിട്ടി. നെഗറ്റീവ് ആയതുകൊണ്ട് ബ്രാക്കറ്റിലിട്ടു. ഓക്കെ. ദെൻ മൂന്നാമത്തായിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുക. അതിൽ നമുക്ക് ബാലൻസ് ഷീറ്റിൽ 2 ഐറ്റം എന്നുള്ള ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അത് 3 lakh എന്നുള്ളത് 4 lakh ആയിട്ട് കൂടി. അതിൻ്റെ അർത്ഥം പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, ഡിഫറൻസ് എമൗണ്ട് 1 lakh ആണ്. അപ്പോൾ അതെഴുതി. പിന്നെ പ്രിഫറൻസ് ഷെയർ 1,50,000 എന്നുള്ളത് 1 lakh ആയിട്ട് കുറഞ്ഞു. അതെന്തുണ്ടായിട്ടുണ്ടാവുക, നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ എങ്ങനെയാണ്, നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് 50,000 ആണ്. സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞിട്ട് 50,000 ബ്രാക്കറ്റിലിട്ടു. തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോണത് കൊണ്ട് അത് ബ്രാക്കറ്റിലിട്ടു, 50,000 ബ്രാക്കറ്റിലിട്ടു. ഓക്കെ. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റത്തിൽ ഇത് മാത്രമല്ലോ. പിന്നെയുള്ളത് ആ പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ്. പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് എന്താണ്, 42,000 നമ്മൾ ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. സോ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 42,000 ബ്രാക്കറ്റിലിടണം. കാരണം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. സോ അതും നമ്മൾ ബ്രാക്കറ്റിലിട്ടു. പിന്നെ അഡീഷണൽ ഇൻഫർമേഷനിൽ ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ ഇനി കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിവിടെ കാണിക്കുക. ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് 20,000 ആണ്. അതും ഡിവിഡൻഡ് പെയ്ഡ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്, ബ്രാക്കറ്റിൽ 20,000 ഇട്ടു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 4 ഐറ്റംസ് ആണ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരിക. അതിൽ ആ ഡിവിഡൻഡ് പെയ്ഡും ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡും രണ്ടും ഏത് സ്റ്റെപ്പിലാണ് വരും, മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ അതൊക്കെ ചെയ്തു. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 lakhൽ നിന്ന് 50,000, 42,000, 20,000 ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക. 12,000 ആണ്. നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് ബ്രാക്കറ്റിലിട്ടു. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് കിട്ടുക. ഇനി നമ്മൾ 3ഉം കൂടി ആഡ് ചെയ്യുക. നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദ ഇയർ ആഡ് ചെയ്യുക. അതിൽ ആദ്യത്തെ ഒരു ഐറ്റം മാത്രമാണ് പോസിറ്റീവ്, ബാക്കി രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഈ രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് ആദ്യത്തെ എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക. 7,000 കിട്ടും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് 7,000 കിട്ടും.
അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് അറ്റ് ദ ബിഗിനിങ് ആഡ് ചെയ്യണം. രണ്ടെണ്ണം ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 25,000 കിട്ടും. അതാണ് ഓപ്പണിങ്ങിലത്തെ അറ്റ് ദ ബിഗിനിങ്ങിലത്തെ ക്യാഷിൻ്റെ എമൗണ്ട് 25,000 എന്ന് എഴുതി. അത് ആഡ് ചെയ്യുമ്പോൾ 25,000 നിന്ന് -7,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18,000 കിട്ടും. അതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് അറ്റ് ദി എൻഡ് ആയിട്ട് വരിക. അത് തന്നെയാണ് ബാലൻസ് ഷീറ്റിലത്തെ ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 18,000 എന്ന് കിട്ടി. സോ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ടാലിയാക്കി, അതായത് നമുക്ക് കിട്ടിയ ലാസ്റ്റ് ആൻസറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസും സെയിം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.